ഹലോ കുട്ടികളെ, നമ്മൾ ഇന്നിവിടെ പ്രകൃതിരമണീയമായൊരു സിമ്പിളായിട്ടുള്ള ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായി ചെറിയൊരു ക്യാൻവാസ് എടുക്കുക. ആ ക്യാൻവാസിൻ്റെ രണ്ട് സൈഡിലും ടാപ്പ് വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ കളറുകൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക്, യെല്ലോ, ഓറഞ്ച്, റെഡ് കളറുകളാണ് എടുക്കുന്നത്. ഈ 4 കളർ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പെയിൻറ് ചെയ്യുന്നത്. ആദ്യം തന്നെ റെഡ് കളർ എടുത്ത് മുകൾ ഭാഗത്തായി ഫിൽ ചെയ്ത് വരയ്ക്കുക. ഒരു ഹാഫ് സെൻറ്ററിൻ്റെ മുകളിലായിട്ടാണ് റെഡിഷ് കളർ നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാൾക്കും പെയിൻറ്റിങ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇന്നിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മവിശ്വാസമില്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് പടികൾ കയറുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ വാക്ക് ഞാനിവിടെ പറയാൻ കാരണം എന്തെന്നാൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പെയിൻറ്റിങ് വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ റെഡ് കളറിന് ചുവടിലായി തന്നെ ഓറഞ്ച് കളർ ഫിൽ ചെയ്ത് കൊടുക്കുന്നു. അത് ഹാഫ് സെൻറ്ററായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം യെല്ലോ കളർ എടുത്ത് ഫുള്ളായി കവർ ചെയ്യുന്നു. ക്യാൻവാസ് മുഴുവനായിട്ട് യെല്ലോ കളർ ഫിൽ ചെയ്യുകയാണ്. ഈ ചിത്രത്തിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ കളറുകൾ ഒന്നായി നല്ലവണ്ണം മിക്സ് ചെയ്ത് ക്യാൻവാസ് മുഴുവൻ ഫിൽ ചെയ്യുമ്പോഴാണ് ഒരു അസ്തമയ സൂര്യൻ്റേതായിട്ടുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കുട്ടികളെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ബ്രഷിൻ്റെ 2 സൈഡും ചായ്ച്ചും ചിരിച്ചുമായിട്ട് ക്യാൻവാസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് എല്ലാ 3 കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ നമുക്ക് ലഭിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കും ബ്രഷിൻ്റെ ചായ്വ് കൊണ്ടുവരണം. ഇനി അടുത്തതായി ബ്ലാക്ക് കളർ എടുത്തുകൊണ്ട് നമുക്കൊരു കുന്നിൻ ചെരുവിൻ്റെ സൈഡ് വശം കിട്ടുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുന്നു വരയ്ക്കുന്ന സമയത്ത്, ഇങ്ങനെ മലയുടെ ഒരു സൈഡ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂർത്ത അറ്റം ആണ് നമുക്ക് ഈ പിക്ചറിൽ വേണ്ടത്. അതിന് മുകളിലായി ഒരു ട്രീയും വരയ്ക്കുന്നു നമ്മൾ. ആദ്യം ഈ കുന്നിന് ചുറ്റും നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ കുന്നിൻ്റേതായ തനത് ഒരു ഇത് കിട്ടുന്നത് അതിലുള്ള ആദ്യത്തെ നമ്മൾ വരച്ച മഞ്ഞ കളറും കൂടെ മിക്സായി വരുമ്പോഴാണ്. അത് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായി കാണാവുന്നതാണ്. അങ്ങനെ ബ്ലാക്ക് കളറിൽ ആ യെല്ലോ കളർ മിക്സ് ചെയ്ത് വരുന്ന മലയുടെ കളർ നമുക്കൊന്നും കൂടെ ഒരു ബ്രൈറ്റ്നെസ് തോന്നിപ്പിക്കുന്നതാണ്. ഒന്ന് വരച്ചതിന് ശേഷം ഞാൻ ഈ ചിത്രത്തിൽ ഒരു ട്രീ വരയ്ക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി